Hi everyone. Today we are going to talk about 3 body language tips that will make you more confident and charismatic. First one, don't look at the floor. നിങ്ങളൊരു റൂമിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ അതൊരു മീറ്റിംഗ് റൂം ആണെങ്കിലും ഏത് റൂമാണെങ്കിലും ഫ്ലോറിലേക്ക് നോക്കി എൻ്റർ ചെയ്യാതിരിക്കുക. ആ റൂമിനകത്തുള്ള ആളുകളെ ജസ്റ്റ് ഒന്ന് ഐ കോണ്ടാക്ട് വെച്ചൊന്ന് സ്കാൻ ചെയ്യുക. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് എൻ്റർ ചെയ്യുക. നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഒരു ഐ കോണ്ടാക്ട് കൊടുക്കാതെ താഴെ ഫ്ലോറിലേക്ക് നോക്കി എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുറച്ചൊരു ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആണ് എന്നുള്ളൊരു ഫീലിംഗ് ആണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്. ബോഡി പോസ്റ്ററൊക്കെ സ്ട്രെയിറ്റ് ചെയ്ത് ഹെഡ്സ് അപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ റൂമിലേക്ക് പ്രോപ്പറായിട്ട് എൻ്റർ ചെയ്യാനായിട്ട്. വളഞ്ഞൊന്നും നമ്മൾ എൻ്റർ ചെയ്യാൻ പാടില്ല. രണ്ടാമത്തെ പോയിന്റ്, നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് സംസാരിക്കുക. ഇറ്റ് ഷുഡ് ബി ഹേർഡ്. അതായത് നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് വളരെ പതിയെ സംസാരിക്കുന്നതും വളരെ ബോഡി ലാംഗ്വേജ് ക്ലോസ് ചെയ്ത് സംസാരിക്കുന്നതും എല്ലാം നിങ്ങളുടെ കോൺഫിഡൻസിനെയും നിങ്ങൾ പറയുന്ന കാര്യത്തിനെയും എഫക്ട് ചെയ്യും. സോ വളരെ കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് മറ്റൊരാൾക്ക് കേൾക്കുന്ന രീതിയിൽ വേണം അത് സംസാരിക്കാനായിട്ട്. എങ്കിൽ മാത്രമാണ് ബാക്കിയുള്ളവർ നിങ്ങളെ ലിസൺ ചെയ്യുള്ളൂ. തേർഡ് പോയിന്റ്, ക്വസ്റ്റ്യൻസിന് എങ്ങനെ റിപ്ലൈ കൊടുക്കണം എന്നുള്ളതാണ്. നിങ്ങളൊരു മീറ്റിങ്ങിലോ നെറ്റ്വർക്കിങ്ങിലോ ആണെന്നുണ്ടെങ്കിൽ അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് ധൃതി വെച്ച് ആൻസർ കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. ജസ്റ്റ് ഗിവ് ഒരു 2-3 സെക്കൻഡ് പോസ് കൊടുക്കുക. നിങ്ങളൊന്ന് തിങ്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വേർഡ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഫ്രെയിം ചെയ്യുക. ദെൻ ഗിവ് ആൻസർ. ധൃതി വെച്ച് ആൻസർ കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. കമ്മ്യൂണിക്കേഷൻ കറക്റ്റായിട്ട് എഫക്റ്റീവായിട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മളുടെ പോയിന്റ്. അപ്പോൾ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഈ ഒരു 3 പോയിന്റ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതെന്തായാലും ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. താങ്ക് യു. ബൈ.